സേവനങ്ങളുടെ പരിപാവനമായ വഴിത്താരകളിൽ സ്വയം സമർപ്പിച്ചവരുടെ ആത്മഭാഷണങ്ങൾ. എൻ പ്രേമഗീതമാ തങ്ങൾക്ക് ലഭിച്ച ദൈവവിളിയുടെ നിമിഷങ്ങൾ പ്രിയ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്ന എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. അഭിഭാഷകനായ മേൽപ്പട്ടക്കാരൻ എന്ന വിശേഷണത്തോടൊപ്പം അഖില മലങ്കര ശുശ്രൂഷക സംഘം പ്രസിഡന്റും സഭയിലെ സ്ത്രീ ശാക്തീകരണ വിഭാഗമായ നവജ്യോതിയുടെ പ്രസിഡന്റും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റും മലങ്കര ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തയുമാണ് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഉർലോസ് തിരുമേനി പറഞ്ഞതനുസരിച്ച് എനിക്ക് സെമിനാരിയിൽ പോകാൻ പറ്റിയില്ല. LLB പഠനം അവിടെ തുടർന്നു. LLB റിസൾട്ട് വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കേരളത്തിലേക്ക് വരികയും മാത്യൂസ് മാർ ഉർലോസ് തിരുമേനിയെ ചെന്ന് കാണുകയും തിരുമേനി വളരെ സന്തോഷത്തോടെ എന്നെ സെമിനാരിയിലേക്ക് ആ വർഷം തന്നെ അയക്കുകയും ചെയ്തു. ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന ഗ്രാമത്തിലാണ്. എൻ്റെ വീട്ടുപേര് വട്ടക്കാട്ട്. പിതാവിൻ്റെ പേര് ഡാനിയേൽ, അമ്മയുടെ പേര് ചിന്നമ്മ. ഞങ്ങൾ 7 മക്കളാണ്. അതിൽ 4-മത്തതാണ് ഞാൻ. എനിക്ക് മൂത്ത 3 പേരുമുണ്ട്, താഴെ 3 പേരുമുണ്ട്. അപ്പോൾ എക്സാക്ട് മിഡിലാണ്. എനിക്ക് 2 സിസ്റ്റേഴ്സുണ്ട്, 2 മൂത്ത ബ്രദേഴ്സുണ്ട്, 2 ഇളയ ബ്രദേഴ്സുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളുടെ 1964 സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. പുത്തൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയാണ് എൻ്റെ മാതൃ ഇടവക. കൊല്ലം ഭദ്രാസനത്തിലെ വലിയ പള്ളികളിലൊന്നാണ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി. അവിടെ പുരാതന കാലം മുതൽ തന്നെ അനേകം വൈദികർ എല്ലാ കാലഘട്ടത്തിലും മലങ്കര സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുണ്ട്. അതുകൊണ്ടൊരു വൈദിക പാരമ്പര്യം പുത്തൂർ ദേശത്തിനുണ്ട്. അതോടൊപ്പം തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ സഹോദരൻ മലങ്കര സഭയിലെ ഒരു സന്യാസ പട്ടക്കാരനായിരുന്നു, റവറൻ ഫാദർ VJ ജേക്കബ് വട്ടക്കാട്ട്. അച്ഛൻ കൊല്ലം ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര സഭയിൽ ശ്രദ്ധേയമായ ശുശ്രൂഷ ചെയ്ത ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു എൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരനായ വട്ടക്കാട്ട് VJ ജേക്കബ് അച്ഛൻ. ആ ഒരു പൈതൃകം എനിക്ക് ഉണ്ട്. അതാണ് എൻ്റെ ഭവനത്തെപ്പറ്റിയും എൻ്റെ നാടിനെപ്പറ്റിയും എൻ്റെ ചെറുപ്പത്തെപ്പറ്റിയും എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസവും കലാലയ പഠനവും നിയമ പഠനവും പൂർത്തിയാക്കിയതിനു ശേഷം സെമിനാരി പഠനത്തിലേക്കും സന്യസ്ത ജീവിതത്തിലേക്കും വഴിമാറിയൊഴുകിയ ജീവിതമാണ് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടേത്. കൊല്ലം ജില്ലയിൽ പുത്തൂർ വട്ടക്കാട്ട് തറവാട്ടിൽ ധാനിയേൽ ചിന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ 4-മനാണ് അഭിവന്യ തിരുമേനി. എൻ്റെ മാതാവും പിതാവും വളരെയേറെ ദൈവഭക്തരും അധ്വാനശീലരുമായിരുന്നു. എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. പിതാവിൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും ഇളയ ആൾ. അതുകൊണ്ട് വട്ടക്കാട്ടെ കുടുംബം വീട് എൻ്റെ വീടാണ്. കൃഷിയായിരുന്നു പ്രധാനമായിട്ടും. എൻ്റെ പിതാവിൻ്റെ തൊഴിൽ കൃഷിയായിരുന്നു. അമ്മ വീട്ടമ്മയായിരുന്നു.
അതുകൊണ്ട് ആ ഒരു കാർഷിക പശ്ചാത്തലത്തിലാണ് എൻ്റെ ചെറുപ്പകാലം ചിലവഴിച്ചത്. വളരെ ഭക്തരായ മനുഷ്യർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പിതാവിൻ്റെ സഹോദരൻ വൈദികനായിരുന്നതുകൊണ്ടും അദ്ദേഹം ഒരു സന്യാസ പട്ടക്കാരനായിരുന്നു എങ്കിലും ഒരു ആശ്രമത്തിലെ അംഗമല്ലായിരുന്നു. അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടവകളിലോ അല്ലെങ്കിൽ ഭവനത്തിലോ ആണ് താമസിക്കുന്നത്. അതുകൊണ്ട് മിക്കപ്പോഴും അച്ഛൻ വീടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ വന്ന് താമസിക്കുകയും വീടുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ് കഴിഞ്ഞത്. ആ ഒരു സ്വാധീനവും എന്നെയും എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. രാവിലെയും വൈകിട്ടുമൊക്കെയുള്ള പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും വളരെ നിഷ്ഠയോടും ചിട്ടയായും എൻ്റെ ഭവനത്തിൽ നടന്നിരുന്നു. അത് ചെറുപ്പം മുതൽ കണ്ടും ശീലിച്ചും അനുഭവിച്ചുമൊക്കെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ വിദ്യാഭ്യാസ സ്കൂൾ കാലഘട്ടം ലോവർ ക്ലാസ്സസൊക്കെ ഞാൻ പുത്തൂർ തന്നെയാണ് പഠിച്ചത്. ഹൈസ്കൂൾ വന്നപ്പോൾ പുത്തൂരിനടുത്ത് വെണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്തൊരു പുതിയ പ്രൈവറ്റ് സ്കൂൾ തുടങ്ങി. അത് ആ സ്കൂളിലെ ആദ്യത്തെ ബാച്ചാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ ആ സ്കൂളിലെ ആദ്യത്തെ ബാച്ചിൽ പഠിച്ച ആളാണ്. വെണ്ടാർ ശ്രീ വിദ്യാധിരാജ മെമ്മോറിയൽ മോഡൽ ഹൈസ്കൂൾ, അവിടുത്തെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും കൊട്ടാരക്കര കോളേജിലാണ് പഠിച്ചത്. നമ്മുടെ സഭയുടെ ഒരു കോളേജ് എന്നുള്ള നിലയിൽ വൈദികർ അവിടെ അതിൻ്റെ ചുമതല ഉണ്ട് എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രിൻസിപ്പാളായിട്ടുമൊക്കെ ഞങ്ങൾക്കൊക്കെ പരിചയവും സ്നേഹിതരുമായ വൈദികർ അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ അവിടെ പഠിക്കുവാനും അവരുടെ ശിക്ഷണവും അവരുടെ സ്നേഹവും ഒക്കെ എൻ്റെ വിദ്യാഭ്യാസത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പിതൃ സഹോദരനും മലങ്കര സഭയിലെ സന്യസ്ത വൈദികരിൽ ഒരാളുമായിരുന്ന മന്യ VJ ജേക്കബ് വട്ടക്കാട്ടച്ചൻ്റെ ജീവിതമായിരുന്നു പൗരോഹിത്യ ജീവിത വഴികളിലേക്കുള്ള ആഗമനത്തെ ചെറുപ്രായത്തിൽ തന്നെ തിരുമേനിയിൽ ദൃഢമാക്കിയത്. ഞാൻ വൈദികനായി തീരാനിടയായത് അതിൻ്റെ പശ്ചാത്തലം ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ സഹോദരനായ വട്ടക്കാട്ട് VJ ജേക്കബ് അച്ഛൻ പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. മാവേലിക്കര പത്തിച്ചിറ പള്ളി വികാരിയായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ 1982 ഫെബ്രുവരി മാസം 7-ാം തീയതി പട്ടക്കാരുടെ ഓർമ്മ ദിവസം ഞായറാഴ്ച വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു ഭവന കുദാശയും കഴിഞ്ഞ് പാഴ്സനേജിലേക്ക് നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം പെട്ടെന്ന് മരിക്കുകയായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെല്ലാവരെയും വളരെയേറെ വേദനപ്പെടുത്തി. ഞങ്ങളുടെ അച്ഛൻ വീട്ടിലുള്ളപ്പോഴൊക്കെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അച്ഛനോട് ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ ശുശ്രൂഷ താല്പര്യത്തോടെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനെപ്പോഴും അച്ഛൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. അച്ഛൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എനിക്ക് അച്ഛനെ വലിയ ഒരു ആരാധനയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ഇടപെടലുകൾ, ആരെയും വഴക്ക് പറയുകയോ ശകാരിക്കുകയോ ചെയ്യുന്ന രീതിയില്ലാതിരിക്കുന്നത്, അതോടൊപ്പം തന്നെ വളരെ സൗമ്യമായ ഇടപെടൽ, ലളിതമായ ജീവിതം, എല്ലാ കാര്യവും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന മാത്യൂസ് മാർ കുർലോസ് തിരുമേനി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആദ്യോടന്തം അച്ഛൻ്റെ ഖബറടക്ക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആദ്യോടന്തം സംബന്ധിച്ചു. അത് കഴിഞ്ഞ് പുത്തൂർ പള്ളിയിൽ വന്ന് ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചു. 41-ാം അടിയന്തരം നടത്തുന്നതിന് മുമ്പായിട്ട് അന്ന് എൻ്റെ ഇടവകയിലുള്ള പ്രായമുള്ള കുറേ മനുഷ്യർ വന്ന് തിരുമേനിയോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ മരിച്ചുപോയ ഒട്ടക്കാട്ടച്ഛൻ്റെ സഹോദരനായ ഡാനിയലിൻ്റെ മകൻ അലക്സ് ഡാനിയലിനെ ഡിഗ്രി കഴിയുമ്പോൾ തിരുമേനി സെമിനാരി വിട്ട് പഠിപ്പിച്ച് വൈദികനാക്കണം എന്നുള്ള ആഗ്രഹം
ഇടവകയിലുള്ള കുറേ ആൾക്കാർ വന്ന് തിരുമേനിയെ അറിയിച്ചു. തിരുമേനി എന്നെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു ഛായാചിത്രം പത്തിച്ചിറപ്പള്ളിയിൽ 2 മാസം കഴിഞ്ഞ് അത് അനാച്ഛാദനം ചെയ്തു. ആ ചടങ്ങിൽ ഞാനും സംബന്ധിച്ചു. പത്തിച്ചിറപ്പള്ളിയുടെ ബാൽക്കണിയിൽ വെച്ച് അനാച്ഛാദന കർമ്മം ഒക്കെ നിർവഹിച്ചതിന് ശേഷം മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി എന്നെ വിളിച്ച് എനിക്ക് അപ്പോഴത്തെ ചായ സൽക്കാരത്തിലെ സാധനങ്ങളൊരു പ്ലേറ്റിനകത്തിട്ട് തന്ന് എന്നെ അടുത്ത് പിടിച്ചിരുത്തി എന്നോട് പറഞ്ഞു, നീ ഡിഗ്രി കഴിഞ്ഞ് സെമിനാരിയിൽ പോകാൻ തയ്യാറാകണം എന്നെന്നോട് അറിയിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ദൈവവിളിയായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് കാണുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എൻ്റെ മാനസികാവസ്ഥ ആ ഒരു തരത്തിൽ പരുവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂർലോസ് തിരുമേനി എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ദൈവവിളിയായിട്ട് ഞാൻ കണ്ടു എന്ന് പറയാൻ കാര്യം. എൻ്റെ മനസ്സങ്ങനെ ഓൾറെഡി പരുവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ദൈവവിളിയായിട്ട് ഞാൻ കണ്ടു. അതെൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ പോകേണ്ടതായിട്ട് വന്നു. എൻ്റെ മൂത്ത 2 സഹോദരങ്ങൾ ബാംഗ്ലൂരിലാണ്. അവരവിടെ സ്വന്തം ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ ഡിഗ്രി എക്സാമൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പോയി. അവിടുന്ന് പെട്ടെന്ന് എനിക്ക് പോരാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ വീണ്ടും LLB പഠനം ബാംഗ്ലൂരിൽ തുടർന്നു. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ കൂർലോസ് തിരുമേനി പറഞ്ഞതനുസരിച്ച് എനിക്ക് സെമിനാരിയിൽ പോകാൻ പറ്റിയില്ല. LLB പഠനം അവിടെ തുടർന്നു. LLB പഠനം തുടർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പൂർത്തീകരിച്ച് LLBയുടെ അവസാന വർഷ പരീക്ഷ നടന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഒരു ശനിയാഴ്ച വൈകിട്ട് ചെന്നിരുന്ന് സന്ധ്യാനമസ്കാരത്തിന് മുമ്പ് ഏകദേശം 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനമാണ് LLB പാസ്സായി കഴിഞ്ഞ് സെമിനാരിയിൽ പോവുക എന്നുള്ളത്. അങ്ങനെ അവിടെ വെച്ച് ആ തീരുമാനം എടുക്കുകയും LLB റിസൾട്ട് വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കേരളത്തിലേക്ക് വരികയും മാത്യൂസ് മാർ കൂർലോസ് തിരുമേനിയെ ചെന്ന് കാണുകയും തിരുമേനി വളരെ സന്തോഷത്തോടെ എന്നെ സെമിനാരിയിലേക്ക് ആ വർഷം തന്നെ അയക്കുകയും ചെയ്തു. അങ്ങനെ ആണ് ഞാൻ സെമിനാരിയിൽ വിദ്യാർത്ഥിയായി ചേരുന്നത്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ. ബിബ്ലിക്കൽ ജോഗ്രഫിയിൽ ഡിപ്ലോമയും നിയമത്തിലും തിയോളജിയിലും ബിരുദങ്ങളും പൂർത്തീകരിച്ച തിരുമേനി നാഗ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ ദീർഘകാലം അധ്യാപകനുമായിരുന്നു. വടക്കേ ഇന്ത്യയുടെ മിഷൻ കേന്ദ്രങ്ങളിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തിരുമേനി ആരംഭം കുറിച്ചു. 1994 കാലഘട്ടത്തിലാണ് സെമിനാരി പഠനം നടത്തുവാൻ തക്കവണ്ണം എനിക്കിടയായത്. സെമിനാരി എൻ്റെ ജീവിതത്തെ ഒരുപാട് മോൾഡ് ചെയ്തു. കോട്ടയം പഴയ സെമിനാരി മലങ്കര സഭയുടെ ഹൃദയമാണെന്ന് നമുക്ക് പറയാം. അവിടുത്തെ എൻ്റെ 4 വർഷത്തെ ജീവിതകാലം എൻ്റെ ജീവിതത്തെ ഒരുപാട് രൂപാന്തരപ്പെടുത്തിയ അല്ലെങ്കിൽ മോൾഡ് ചെയ്ത ഒരു സാഹചര്യമാണ്. ലോ കോളേജിൽ നിന്ന് ഡയറക്റ്റ് സെമിനാരിയിലോട്ട് പോയ ആളാണല്ലോ ഞാൻ. അപ്പോൾ ലോ കോളേജിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് വൈദിക സെമിനാരിയുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. എങ്കിലും എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബ പശ്ചാത്തലവും മറ്റ് ചെറുപ്പം മുതലുള്ള എൻ്റെ പരിശീലനവുമൊക്കെ സെമിനാരി ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല.
സെമിനാരി അധ്യാപകരുമായിട്ടും കൂടെ പഠിക്കുന്ന സഹപാഠികളുമായിട്ടുമൊക്കെ നല്ല ബന്ധത്തിൽ കഴിയുവാനും ഒക്കെ എനിക്ക് ഇടയായി. അധ്യാപകരുടെയൊക്കെ സ്നേഹവും താല്പര്യവും വാത്സല്യവും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കോട്ടയം പഴയ സെമിനാരിയിലെ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം കൊല്ലം ഭദ്രാസന അരമനയിൽ ഞാൻ ചെന്നു. അപ്പോൾ മാത്യൂസ് മാർ കുർലോസ് തിരുമേനി 1991 കാതോലിക്ക സ്ഥാനം ഏറ്റെടുത്ത് ദേവലോകത്ത് താമസമാക്കിയിരുന്നു. അപ്പോൾ എപ്പിഫാനിയോസ് തിരുമേനി, മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിട്ട് തുടരുകയാണ്. അദ്ദേഹത്തോടൊപ്പം താമസിച്ച് 1 വർഷക്കാലം അവിടെ താമസിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ കേരള ഹൈക്കോർട്ടിൽ എൻറോൾ ചെയ്തു. ഒരു അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്ത് കൊല്ലത്ത് ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തു. കുറച്ച് നാൾ സീനിയർ അഡ്വക്കേറ്റായ അഡ്വക്കേറ്റ് ജോർജ് മാത്യുവിൻ്റെ കീഴിൽ കുറച്ച് നാൾ ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു, ശമാശനായിരിക്കുമ്പോൾ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് അവിവാഹിത പട്ടക്കാരനായി പട്ടമേൽക്കാൻ തക്കവണ്ണം തീരുമാനിച്ചു. അത് ഈ സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ആ തീരുമാനം ഉണ്ടായത്. അപ്പോൾ അതിനു മുമ്പ് വരെ എല്ലാവരും ചിന്തിച്ചിരുന്നത് ഞാനൊരു വിവാഹിത പട്ടക്കാരനായി അച്ഛനാകും എന്നുള്ളതായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ പിന്നെ അത് തീരുമാനം മാറ്റി. അതിലും പരിശുദ്ധ ബാവ തിരുമേനിയുടെ, മാത്യൂസ് മാർ കുർലോസ് തിരുമേനി ആയിട്ട് പിൽക്കാലത്ത് അന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ ബാവയോടുകൂടിയുള്ള ഒരു യാത്രയാണ് അതിലെന്നെ ഉറപ്പിക്കുവാൻ തക്കവണ്ണമിടയായത്. കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അദ്ദേഹത്തോടൊപ്പം ചേർന്നുള്ള ഒരു യാത്രയിൽ സന്യാസ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ മഹത്വവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാത്യൂസ് ദിദിയൻ ബാവ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ച, കുടുംബത്തിൽ നിന്നൊക്കെ അഭിമുഖീകരിച്ച വെല്ലുവിളികളെയൊക്കെ എങ്ങനെ അദ്ദേഹം തരണം ചെയ്തു എന്നുള്ളതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പം അത് ആ ഒരു യാത്ര ആണ് സത്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് ശക്തി നൽകിയത്. അങ്ങനെ ഞാൻ ഒരു സന്യാസ പട്ടക്കാരനായി പട്ടമേൽക്കാൻ തക്കവണ്ണം തീരുമാനിച്ച് എപ്പിഫാനിയോസ് തിരുമേനിയോട് അറിയിക്കുകയും അങ്ങനെ 1995 മെയ് മാസം 4-ാം തീയതി പുത്തൂർ വലിയ പള്ളിയിൽ വെച്ച് മാത്യൂസ് ദിദിയൻ ബാവ തിരുമനസ്സുകൊണ്ട് എന്നെ വൈദികനായി പട്ടം നൽകി. അങ്ങനെ ഞാൻ വൈദികനായി. 2009 മലങ്കര ഓർത്തഡോക്സ് സഭ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റു. 2017 സെപ്റ്റംബർ മുതൽ സഭയിലെ വിവിധങ്ങളായ സഭാ ചുമതലകളോടൊപ്പം മലങ്കര ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലിത്തയായും ശുശ്രൂഷ ചെയ്തു വരികയാണ് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി. ഞാൻ ബാംഗ്ലൂർ പഠനം പൂർത്തീകരിച്ച് MGH പൂർത്തീകരിച്ച് തിരികെ കൊല്ലം ഭദ്രാസനത്തിൽ വൈദികനായി വരാം എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ എപ്പിഫാനിയോസ് തിരുമേനിയോട് കൂടെ നിന്ന് താമസിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, കൊല്ലം അരമനയിൽ താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മാത്യൂസ് ദിദിയൻ ബാവ കൊല്ലം അരമനയിൽ വിളിച്ച് മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനിയോട് എന്നെ നാഗ്പൂർ സെമിനാരിയിൽ അധ്യാപകനായി നിയമിക്കുവാനുള്ള താല്പര്യം അറിയിച്ചത്. എപ്പിഫാനിയോസ് തിരുമേനി അത് എന്നോട് പറയുകയും അങ്ങനെ 1997 സെപ്റ്റംബർ മുതൽ ഞാൻ നാഗ്പൂർ സെമിനാരിയിൽ അധ്യാപകനാവുകയും ചെയ്തു. നാഗ്പൂർ സെമിനാരി ആ സമയത്ത് 97 ബിലായിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ബിലായി സെൻറ്റ് തോമസ് ആശ്രമത്തോട് ചേർന്നാണ് നാഗ്പൂർ സെമിനാരി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2000 അത് വീണ്ടും നാഗ്പൂരിലേക്ക് സ്വന്തം സെമിനാരി
ഇവിടെ സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക്, സ്വന്തം കെട്ടിടത്തിലേക്ക് അത് മാറ്റി. അങ്ങനെ 1997 സെപ്റ്റംബർ മുതൽ 2008 മെത്രാപ്പൊലീത്തയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം ഞാൻ നാഗ്പൂർ സെമിനാരിലെ അധ്യാപകനായിരുന്നു. ആ ഒരു കാലഘട്ടം എൻ്റെ ചിന്തയെയും എൻ്റെ കാഴ്ചപ്പാടുകളെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ച ഒരു കാലഘട്ടമാണ്. നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലം എനിക്ക് വലിയ പരിചയമുള്ള പശ്ചാത്തലമായിരുന്നില്ല. അവിടുത്തെ ഭാഷയും സംസ്കാരവും ഒന്നും എനിക്ക് വലിയ നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ വിവിധങ്ങളായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇടയാക്കിയ ഒരു കാലഘട്ടമായിരുന്നു നാഗ്പൂർ സെമിനാരി അധ്യാപകനായി ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടം. പഴയ നിയമ അധ്യാപകൻ അതോടൊപ്പം തന്നെ സെമിനാരിയിലെ വിവിധങ്ങളായ ചുമതലകൾ അവിടുത്തെ വാർഡനായി, ബർസാറായി, ഫീൽഡ് വർക്ക് ഡയറക്ടറായി ഒക്കെ പ്രവർത്തിക്കുവാനിടയായി. മുഴുവൻ സമയവും ഏകദേശം 12 വർഷക്കാലം മുഴുവൻ സമയവും സെമിനാരിയിൽ തന്നെ താമസിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ തക്കവണ്ണം എനിക്കിടയായി. അങ്ങനെ ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കുവാൻ എനിക്കിടയായി. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യൻ ജനസമൂഹത്തിലെ മെജോറിറ്റി താമസിക്കുന്നത് വില്ലേജുകളിലാണ്. ഗാന്ധിജി ഇന്ത്യയെ കണ്ടത് ഗ്രാമങ്ങളുടെ ഉദ്ധാരണവും ഗ്രാമങ്ങളിലുമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ ആത്മാവ് വസിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആത്മാവ് വസിക്കുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുവാൻ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനൊക്കെ നാഗ്പൂർ സെമിനാരിയിലെ അധ്യാപകനായിട്ടുള്ള കാലഘട്ടം എനിക്കിടയായി. പ്രേമഗീതമാ എന്നേശുനാഥാനീ. 2008 സെപ്റ്റംബർ മാസം 11 പാമ്പാക്കുടയിൽ വെച്ച് നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് മറ്റ് 6 പേരോടുകൂടി, ഞങ്ങൾ 7 പേരാണെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്, മറ്റ് 6 പേരോടുകൂടി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തു. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. മലങ്കര സഭയിലെ ഒരു മെത്രാപ്പൊലീത്തയായി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ച ദൈവ നിയോഗം ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ജന്മം മുതലുള്ള അനേകം പേരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിത മൂല്യങ്ങൾ പകർത്തുവാൻ തക്കവണ്ണം ഒക്കെയുള്ള ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായി എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വീട്ടിലെ സാഹചര്യം, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ സമർപ്പണവും ജീവിത രീതിയും ഒക്കെ, അതോടൊപ്പം തന്നെ എൻ്റെ പിതാവിൻ്റെ സഹോദരനായ വട്ടക്കാട്ട് വിജയ് ജേക്കബ് അച്ഛൻ്റെ സ്വാധീനം, കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന മാത്യൂസ് മാർ കുർലോസ് തിരുമേനിയുടെ, പിൽക്കാലത്ത് മാത്യൂസ് ദിദീൻ ബാവയായിട്ട് ശുശ്രൂഷിച്ച മാത്യൂസ് മാർ കുർലോസ് തിരുമേനിയുടെ സ്വാധീനം, മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനിയുടെ സ്വാധീനം, അതോടൊപ്പം തന്നെ പിതാക്കന്മാരായ ഒസ്താത്യൂസ് തിരുമേനി, ഇവാനിയോസ് തിരുമേനി, അങ്ങനെയുള്ള പിതാക്കന്മാർ, അമേരിക്കയിൽ വെച്ച് കൂടുതൽ അടുത്ത് ഇടപഴകുവാൻ സാധിച്ച മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി, ഈ പിതാക്കന്മാരുടെയൊക്കെ ജീവിതവും ദർശനവും ഒക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. നിലവിലൊക്കെ ഉപരിയായിട്ട് എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന സ്തേഫാനോസ് മാർ തെവോദോസിയോസ് തിരുമേനി. സെമിനാരി അധ്യാപകനായി ബിലായിൽ ഞാൻ ചെന്ന നാൾ മുതൽ അദ്ദേഹം കാലം ചെയ്യുന്ന വരെയുള്ള സമയം വരെ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകുവാനും
ആ ജീവിതം കാണുവാനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. പുരാതനമായ ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം നാം പേറുമ്പോൾ, ലോകത്തെ പൗരാണിക സഭകളിൽ ഒന്നായി നാം അഭിമാനത്തോടെ പറയുമ്പോൾ, ഈ പൗരാണിക സഭയുടെ സത്യവിശ്വാസവും പാരമ്പര്യവും അഭംഗരം കാത്തുസൂക്ഷിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തർക്കുമുള്ള ചുമതല നിർവഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ലോകം വിവിധങ്ങളായ പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരണവും രോഗവും ഒക്കെ ഭീതിജനകമായ രീതിയിൽ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ദൈവ ആശ്രയബോധത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തിയും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വേർഡ് ടു വേൾഡ് ചാനൽ പ്രവർത്തകരെല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ദൈവവചനം ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല. ദൈവികമായ ശുശ്രൂഷകളുടെ പരിപാവനമായ വഴികളിലേക്ക് ആത്മസമർപ്പണം ചെയ്ത ശ്രേഷ്ഠ ജീവിത വ്യക്തിത്വങ്ങളുടെ ജീവിതാനുഭവങ്ങളും ദർശനങ്ങളും ശുശ്രൂഷകളും പ്രിയ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്ന എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാവേലിക്കര ഭദ്രാസന സഹായ മെത്രാപ്പോലീത്ത അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ഇടയവഴികളിൽ സമർപ്പണം ചെയ്തവരുടെ ജീവിതത്തിനൊപ്പം അടുത്ത ആഴ്ച ഇതേ സമയം.